സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ ഉള്ള വളരെ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങളെക്കാൾ 10 ഇരട്ടി സമ്പന്നനായിരിക്കാമെന്ന്? ലോകം മുഴുവൻ തങ്ങളുടെ പണവും ആഡംബരങ്ങളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പ്രദർശിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ യഥാർത്ഥ ബുദ്ധിശാലികൾ നിശബ്ദരാണ്. അവർ തങ്ങളുടെ പണം എവിടെയാണെന്നോ എത്രയാണെന്നോ ആരോടും പറയാറില്ല. ഇതിനെയാണ് സൈലന്റ് വെൽത്ത് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിവച്ച ചില കാര്യങ്ങളുണ്ട്. ശത്രുക്കളോ അസൂയക്കാരോ അറിയാതെ എങ്ങനെയൊരു സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്ന്. നിങ്ങളൊരു സാധാരണ ജോലി ചെയ്യുന്ന ആളാകട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളാകട്ടെ, ഈ വീഡിയോയുടെ അവസാനമെത്തുമ്പോഴേക്കും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറിയിരിക്കും. നമുക്ക് തുടങ്ങാം. ചാണക്യന്റെ ഒന്നാമത്തെ നിയമം ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അത് ഒരു രഹസ്യമായി സൂക്ഷിക്കുക. നമ്മളിൽ പലർക്കും ഒരു സ്വഭാവമുണ്ട്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴോ നമ്മൾ അത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയും. എന്തിനാണെന്നറിയാമോ? ആ നിമിഷം കിട്ടുന്ന ഒരു ചെറിയ അംഗീകാരത്തിനു വേണ്ടി. പക്ഷേ ചാണക്യൻ പറയുന്നു, നിങ്ങളിത് വെളിപ്പെടുത്തുന്ന നിമിഷം നിങ്ങളുടെ പതനം തുടങ്ങുന്നു. കാരണം നിങ്ങളുടെ പ്ലാൻ കേൾക്കുന്ന 10 പേരിൽ 8 പേരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. ബാക്കി 2 പേർ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം തരും. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നോ അടുത്ത മാസം എവിടെ നിക്ഷേപിക്കാൻ പോകുന്നു എന്നോ ആരോടും പറയാതിരിക്കുക. നിങ്ങളുടെ വിജയം ഒരു കൊടുങ്കാറ്റ് പോലെ വരണം, പക്ഷേ അതിന്റെ ഒരു സൂചന പോലും മുൻകൂട്ടി നൽകരുത്. ചാണക്യൻ പണത്തെ ഉപമിച്ചത് ഒഴുകുന്ന വെള്ളത്തോടാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം ചീഞ്ഞുപോകും, എന്നാൽ ഒഴുകുന്ന പുഴ എപ്പോഴും ശുദ്ധമായിരിക്കും. ഇന്ന് പലരും ചെയ്യുന്ന തെറ്റ് എന്താണെന്നറിയാമോ? പണം കിട്ടിയാൽ അത് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ പൂഴ്ത്തിവെക്കും. എന്നാൽ ചാണക്യന്റെ തന്ത്രമനുസരിച്ച് ഓരോ രൂപയും നിങ്ങളുടെ പടയാളിയാണ്. ആ പടയാളികളെ നിങ്ങൾ യുദ്ധത്തിനയക്കണം. അതായത് പണം നിക്ഷേപിക്കണം. ബാങ്കിലെ സേവിംഗ്സ് അക്കൗണ്ടിലല്ല, മറിച്ച് റിയൽ എസ്റ്റേറ്റിലോ ഓഹരി വിപണിയിലോ ബിസിനസ്സിലോ പണം വിന്യസിക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പടയാളികൾ നിങ്ങൾക്കായി പണിയെടുത്തുകൊണ്ടിരിക്കണം. പണം കയ്യിൽ വെക്കുന്നവനല്ല, പണത്തെ ചലിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ധനവാൻ. നിങ്ങൾ പണക്കാരനായി അഭിനയിക്കുകയാണോ, അതോ ശരിക്കും പണക്കാരനാകുകയാണോ വേണ്ടത്? ഇന്ന് നമ്മൾ കാണുന്ന പല പണക്കാരും കടം വാങ്ങി ആഡംബരം കാണിക്കുന്നവരാണ്. എന്നാൽ ചാണക്യൻ പഠിപ്പിക്കുന്നത് ലൈവ് ബിലോ യുവർ മീൻസ് എന്നാണ്. നിങ്ങളുടെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ 2 രൂപയുടെ ജീവിതം മാത്രം പുറമേ കാണിക്കുക. നിങ്ങൾ പണക്കാരനാണെന്ന് ലോകമറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അനാവശ്യമായ ആവശ്യക്കാരുടെ ഒരു നിര തന്നെ നിങ്ങളുടെ വാതിൽക്കലെത്തും. ബന്ധുക്കളും സുഹൃത്തുക്കളും വായ്പ ചോദിച്ചു വരും. അസൂയക്കാർ തടസ്സങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആസ്തി കൂടുമ്പോഴും നിങ്ങളുടെ ജീവിത രീതി മാറ്റാതിരിക്കുക. വസ്ത്രത്തിലും നടപ്പിലും നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കട്ടെ, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടുകൾ ലോകത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കണം. പണം ആർക്കും മോഷ്ടിക്കാം, പക്ഷേ നിങ്ങളുടെ അറിവ് ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. ചാണക്യൻ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് പണത്തേക്കാൾ വലിയ സമ്പത്ത് അറിവാണെന്നാണ്. നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ പണമിടാൻ പോകുകയാണോ? ആദ്യം അതിനെക്കുറിച്ച് പഠിക്കുക. ബിസിനസ് തുടങ്ങുകയാണോ? അതിന്റെ ഓരോ വശവും മനസ്സിലാക്കുക. അറിവില്ലാതെ പണം നിക്ഷേപിക്കുന്നത് ഇരുട്ടിൽ അമ്പെയ്യുന്നതുപോലെയാണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ മാറ്റിവെക്കുക. നിങ്ങൾ പണത്തിനു വേണ്ടി പണിയെടുക്കുന്നതിന് പകരം പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ പഠിക്കണം. ഇതാണ് പണക്കാരനാകാനുള്ള ഏറ്റവും നല്ല ഷോർട്ട് കട്ട്. ചാണക്യനീതിയിൽ പറയുന്ന ഒരു കടുത്ത സത്യമുണ്ട്: എല്ലാവരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ആരോടൊക്കെ പറയണമെന്ന് കൃത്യമായ ബോധം വേണം. നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുന്ന പലരും നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പണത്തെക്കുറിച്ച് സംസാരിക്കാൻ വിശ്വസ്തരായ വളരെ കുറച്ച് ആളുകൾ മാത്രം മതി. നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നിങ്ങളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത വിധം ഒരു മറ സൃഷ്ടിക്കുക. ആരും അറിയാതെ വളരുക. നിങ്ങൾ പണമുണ്ടാക്കുന്നത് ലോകം അറിയേണ്ടത്. ആ പണം കൊണ്ട് നിങ്ങളൊരു വലിയ കാര്യം ചെയ്തു തീരുമ്പോൾ മാത്രമായിരിക്കണം. സുഹൃത്തുക്കളെ, ചാണക്യന്റെ ഈ തത്വങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ലളിതമായി തോന്നാം, പക്ഷേ ഇത് പാലിക്കാൻ വലിയ മനക്കരുത്ത് വേണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഈ ലോകത്ത് സ്വന്തം വളർച്ചയ്ക്കു വേണ്ടി നിശബ്ദനായി പണിയെടുക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ഓർക്കുക, യഥാർത്ഥ സിംഹം ഇരപിടിക്കാൻ പോകുമ്പോൾ ശബ്ദമുണ്ടാക്കാറില്ല. അത് നിശബ്ദനായി ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. നിങ്ങൾക്കും വേണ്ടത് ആ നിശബ്ദതയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ചാണക്യ തന്ത്രങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ "ഐ വിൽ ഗ്രോ ഇൻ സൈലൻസ്" എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്കൊന്നിച്ചു വളരാം.